Dear students, good morning. ഇന്ന് നാം പറയാൻ പോകുന്നത് പുതിയൊരു സെക്ഷനാണ്, ട്രാൻസ്ഫോർമേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എലിപ്സ് ആയാലും സർക്കിളായാലും ലൈനായാലും അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അൽഗോരിതത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് കഴിഞ്ഞ കഴിഞ്ഞ മോഡ്യൂളിൽ നാം പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് 2D ട്രാൻസ്ഫോർമേഷനാണ്, 2 ഡയമെൻഷണൽ ട്രാൻസ്ഫോർമേഷൻസ്. അതായത് 2D പ്ലെയിനിൽ, 2 ഡയമെൻഷൻ പ്ലെയിനിൽ, XY പ്ലെയിനിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സാധ്യമാകുക എന്നുള്ളതാണ്, ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ മോഡ്യൂളിൽ പറയാനുള്ളത്. അപ്പോൾ എന്താണ് 2D ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? 2D ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പറയാം, ഒരു 2D പ്ലെയിനിൽ, അതായത് എക്സ് ആക്സും വൈ ആക്സുള്ള XY പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്ഫോർമേഷനെയാണ് 2D ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ഥാനചലനം എന്ന് പറയുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പറയുമ്പോൾ എപ്പോഴും ഒരു സ്ക്രീനിലെ ചേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഒരു വസ്തുവിൻ്റെ വലുപ്പം ചെറുതാവലാവാം, ചെറുത് വലുതാവലാവാം, അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ പൊസിഷൻ മാറലാവാം, ഒരു രൂപം മറ്റൊരു രൂപത്തിലേക്ക് ആവലാം, പല രീതിയിലുണ്ട്. അതായത് പലതരത്തിൽ 2D ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണ് എന്നാണ് പറയുന്നത്. Two-dimensional transformation. The transformation means changing some graphics into something else by applying rules. We can have various types of transformation such as translation, scaling up or down, rotation, shearing, etc. അതായത് ഞാൻ പറഞ്ഞപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു. ഈ ട്രാൻസ്ഫോർമേഷൻ 2D ട്രാൻസ്ഫോർമേഷൻ തന്നെ പല തരത്തിലുണ്ട്. ട്രാൻസ്ലേഷൻ ഉണ്ട്, സ്കെയിലിംഗ് ഉണ്ട്, സ്കെയിലിംഗ് തന്നെ സ്കെയിലിംഗ് അപ്പ് ഉണ്ട്, സ്കെയിലിംഗ് ഡൗൺ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്, ഷിയറിംഗ് ഉണ്ട്, ഷിയറിംഗ് തന്നെ എക്സ് ആക്സിൻ്റെ എക്സ് ഷിയറിംഗ് ഉണ്ട്, വൈ ആക്സിൻ്റെ വൈ ഷിയറിംഗ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. വെൻ എ ട്രാൻസ്ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഓൺ എ 2D പ്ലെയിൻ ഇറ്റ് ഈസ് കോൾഡ് 2D ട്രാൻസ്ഫോർമേഷൻ. ഒരു 2D പ്ലെയിനിലുള്ള ട്രാൻസ്ഫോർമേഷനെയാണ് 2 ഡയമെൻഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ടു റീപൊസിഷൻ ദ ഗ്രാഫിക്സ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ചേഞ്ച് ദെയർ സൈസ് ഓർ ഓറിയൻറ്റേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ കേസിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു മേഖലയാണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സാധാ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, 2D ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, 3D ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് നമ്മളിപ്പോൾ പറയുന്നത് 2D ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഈ 2D ട്രാൻസ്ഫോർമേഷൻ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, എന്താണ്, ഒന്നുകിൽ ഓറിയൻറ്റേഷനിലുള്ള ചേഞ്ച് ആവാം, സൈസിലുള്ള ചേഞ്ച് ആവാം, അല്ലെങ്കിൽ എന്താണ് പ്ലേസിലുള്ള ചേഞ്ച് ആവാം, എല്ലാം തന്നെ ട്രാൻസ്ഫോർമേഷനിൽ പറയുന്നതാണ്. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് കോർഡിനേറ്റ് എന്നാണ് നമുക്ക് പറയുന്നത്. 2D ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ അതിൽ പറയുന്നതാണ് ഹോമോജീനിയസ് കോർഡിനേറ്റ്. ടു പെർഫോം എ സീക്വൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ സച്ച് എ ട്രാൻസ്ലേഷൻ ഫോളോഡ് ബൈ റൊട്ടേഷൻ ആൻഡ് സ്കെയിലിംഗ് വി നീഡ് ടു ഫോളോ എ സീക്വൻഷ്യൽ പ്രോസസ്സ്. അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കോർഡിനേറ്റിലുള്ള ചേഞ്ചാണ് സമയം. ഒരു വസ്തു വലുതാവുകയോ ചെറുതാവുകയോ, അല്ലെങ്കിൽ ഓറിയൻറ്റേഷനിൽ ചേഞ്ച് വരികയോ, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ മാറപ്പെടുകയോ എന്ത് ചെയ്യുമ്പോഴും നമ്മളവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, കോർഡിനേറ്റ്സ് ആണ്. XY കോർഡിനേറ്റ് ആണ്. എക്സും വൈയും മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം 2D പ്ലെയിലായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ്സിലുള്ള ചേഞ്ചുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ചേഞ്ചിലുള്ള മാറ്റങ്ങൾ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് വസ്തു തന്നെ മാറിപ്പോവും. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യും, ഒരേ ഡിഫറൻസ് വരിക, അല്ലെങ്കിൽ ഒരേ അഡിഷൻ വരിക, ഒരേ കൂട്ടുകയാണെങ്കിൽ ഒരേപോലെ കൂട്ടുക, കുറയ്ക്കുക ഒരേപോലെ കുറയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം ഒരേപോലെ ചെയ്തില്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റിൽ തന്നെ വ്യത്യാസം വരിക. അപ്പോൾ ഹോമോജീനിയസ് ആയിട്ടാണ് കോർഡിനേറ്റിൽ എപ്പോഴും ചേഞ്ചുകൾ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്താണ്, ഒന്നുകിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, കോർഡിനേറ്റിനെ ട്രാൻസ്ലേഷൻ ആവും നടത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് റൊട്ടേറ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കോർഡിനേറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയോ ചെയ്യുക പറയുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുക പറയുമ്പോൾ ഒരു വസ്തു അതേ വസ്തുവിന് തന്നെ വേറെ സ്ഥലത്തേക്ക് വയ്ക്കുമ്പോഴാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഒരേപോലെ കുറയ്ക്കുക, കൂട്ടുക ചെയ്യുക. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരേപോലെ റൊട്ടേറ്റ് ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് ഹോമോജീനിയസ് കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ ഉണ്ട് പറഞ്ഞ് സ്കെയിലിംഗ്, റൊട്ടേഷൻ, ഷിയറിങ്, റിഫ്ലക്ഷൻ, ഇങ്ങനെ പല തരത്തിലുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റിൽ പറയുന്ന ഇതാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ മൂവ്സ് ആൻ ഒബ്ജക്റ്റ് ടു ഡിഫറെൻറ്റ് പൊസിഷൻ ഓൺ ദി സ്ക്രീൻ. പറഞ്ഞത് തന്നെയാണ്, സിമ്പിളായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ സ്ക്രീനിലുള്ള മൂവ്മെൻറ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ. ഒരു വസ്തു ഒരു സ്ക്രീനിൽ സൈഡിൽ നിൽക്കുന്നുണ്ട്, ആ വസ്തുവിനെ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ അവിടെ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് 2 ഡയമെൻഷണൽ ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്.
You can translate a point in 2D and by adding translation coordinates tx, ty. ഈ ടി എക്സ് ടി വൈ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ കോർഡിനേറ്റ്സ് ആണ്. അതായത് ചേഞ്ച് വരുന്നതാണ് ടി എക്സ് ടി വൈ. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ചേഞ്ച് എക്സിലുള്ള ചേഞ്ചാണ് ടി എക്സ് എന്ന് പറയുന്നത്, വൈയിലുള്ള ചേഞ്ചാണ് ടി വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൾറെഡി ഉള്ളൊരു കോർഡിനേറ്റ് എക്സ് വൈ ആണെങ്കിൽ നോക്കൂ, എക്സ് വൈ എന്നുള്ള ഒരു കോർഡിനേറ്റാണ്. ഇത് നമ്മൾ റീപൊസിഷൻ ചെയ്യുന്നത്. അതായത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഇത് ഒന്നുകിൽ ചിലപ്പോൾ എന്താണ് ഒരു എക്സ്ട്രാ ഒരു സംഭവം ഒരു എക്സ് ആഡ് ചെയ്യാവും, അതുപോലെ വൈയോ ആഡ് ചെയ്യാവും. അതായത് ആ ആഡ് ചെയ്യുന്ന എക്സിനെയാണ് ടി എക്സ് എന്ന് പറയുന്നത്, ആഡ് ചെയ്യുന്ന വൈനെയാണ് ടി വൈ എന്ന് പറയുന്നത്. അത് ആഡിങ് ആവാം, അല്ലെങ്കിൽ എന്താ സബ്ട്രാക്റ്റിങ് ആവാം, കൂട്ടലോ കുറക്കലോ എന്തോ ആവാം. അതായത് അത് ആക്സിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. എന്തായാലും ആ ഒരു ചേഞ്ചിനെയാണ് ടി എക്സ് ട്രാൻസ്ലേഷൻ കോർഡിനേറ്റ് ആയിട്ട് പറയുന്നത് ടി എക്സ് ടി വൈ എന്ന് പറയുന്നത്. അത് നമ്മൾ പ്ലസ് ഇട്ട് പറഞ്ഞാൽ പോലും ടി എക്സ് പ്ലസ്സോ മൈനസോ ആവാം. അപ്പോൾ അതാണ് അടുത്ത വരിക. ആ എക്സിന് നമ്മൾ എന്ത് പറയും, എക്സ് ഡാഷ് വൈ ഡാഷ്. പുതിയ കോർഡിനേറ്റ് നമ്മൾ എന്ത് പറയും, എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ ഓൾറെഡി ഉള്ള കോർഡിനേറ്റാണ് എക്സ് വൈ, അതിന് ചേഞ്ച് ഉള്ള കോർഡിനേറ്റാണ് ടി എസ് ടി വൈ. അങ്ങനെ ചേഞ്ച് വരുത്തുമ്പോൾ കിട്ടുന്ന പുതിയ കോർഡിനേറ്റാണ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാം. ടു ദി ഒറിജിനൽ കോർഡിനേറ്റ് ടി എക്സ് വൈ ടു ഗെറ്റ് ദ ന്യൂ കോർഡിനേറ്റ്സ് എക്സ് ഡാഷ് ആൻഡ് വൈ ഡാഷ്. ഇവിടെ എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്, മാറിപ്പോണ്ട, എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് ടി എക്സും വൈ ഡാഷ് എന്ന് പറയുന്നത് വൈ പ്ലസ് ടി വൈയോ. അത് മനസ്സിലാക്കിയാൽ തന്നെ മതി. അതിൽ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി എസ് ടി വൈ എന്ന് പറഞ്ഞാൽ നെഗറ്റീവോ പോസിറ്റീവോ ആവാം. നെഗറ്റീവ് കോർഡിനേറ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കാം വരുന്നത്, പോസിറ്റീവിലേക്കാണ് പോസിറ്റീവ് ആയിരിക്കും വരിക. അത് അതിൻ്റെ കോർഡിനേറ്റ്സിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ നമുക്കൊരു ഫിഗർ ഇതാ കാണിച്ചിട്ടുണ്ട്. അതിൽ ടി എക്സും ടി വൈയും ചേഞ്ച് കാണിച്ചു. എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റാണിത്. ഫസ്റ്റത്തെ പി ആണ് എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ്. അതിലെ ചേഞ്ചാണ് ടി എക്സ്. ഈ ഡിസ്റ്റൻസിനെയാണ് ടി എക്സ് എന്ന് പറയുന്നത്, ഇതിൽ ഈ കോർഡിനേറ്റ് ടി വൈ എന്ന് പറയുന്നത്. വ്യത്യാസം വന്നിട്ട്, അതായത് ഈ ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറി, ഇവിടെ മാറി എന്ന് പറയുമ്പോൾ ഇത്രയും വ്യത്യാസം വന്നു എന്നർത്ഥം. അതുപോലെ ഇവിടെ ഇത്രയും വ്യത്യാസം വന്നു. അതായത് എക്സ് ആക്സിസിൻ്റെ കേസിൽ ഇത്രയും വ്യത്യാസം വന്നു, വൈ ആക്സിസിൻ്റെ കേസിൽ ഇത്രയും വ്യത്യാസം വന്നു. മനസ്സിലായിട്ടുണ്ടാകുമായിരുന്നു. ഈ ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറി, അതായത് ഇവിടുത്തെ ഒരു പി എന്നുള്ള പോയിൻ്റാണ്, അത് ഇങ്ങോട്ട് മാറിയ പി ഡാഷ് എന്നുള്ള പോയിൻ്റ് ആയപ്പോൾ വന്ന് എക്സിനും വൈയിലും വന്ന് ചേഞ്ചാണ്. എക്സ് ഇത്രയും ചേഞ്ച് വന്നു, ഇത്ര ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതാണ് ടി എക്സ് എന്ന് പറയുന്നത്. വൈ എന്ന് പറഞ്ഞാൽ ഇത്ര ചേഞ്ച് വന്നു, കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് വൈ എന്ന് പറയുന്നത്, അത് ടി വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ എക്സിനോട് കൂടി ടി എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എക്സ് ഡാഷ് കിട്ടും. അതുപോലെ തന്നെ വൈയോട് കൂടി ടി വൈ കൂട്ടിക്കഴിഞ്ഞാൽ വൈ ഡാഷും കിട്ടും. അപ്പോൾ ഇത് ഫിഗറായിട്ട് കാണിച്ചു തന്നുള്ളൂ. അതവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സ്, വൈ ഡാഷ് ഈക്വൽ ടു വൈ പ്ലസ് ടി. ഫിഗർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതേ സംഭവം തന്നെ വെക്റ്റർ രൂപത്തിൽ, അതായത് മെട്രിക്സ് രൂപത്തിലും എഴുതിയിട്ടുണ്ട് ഇവിടെ. ദ പെയർ ടി എക്സ് ടി വൈ ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ വെക്റ്റർ ഓർ ഷിഫ്റ്റ് വെക്റ്റർ. ട്രാൻസ്ലേഷൻ വെക്ടറോ ഷിഫ്റ്റ് വെക്ടറോ ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഡയറക്ഷനും കൂടി പറയുകയാണെങ്കിൽ, മൂവ്മെൻറ്റ് ഡയറക്ഷനും കൂടി പറയുകയാണെങ്കിൽ, ഡയറക്ഷൻ പറയുമ്പോഴാണ് നമ്മളിവിടെ വെക്ടർ കൺസിഡർ ചെയ്യൽ. അപ്പോഴാണ് മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതൽ. അപ്പോൾ പി എന്നുള്ളത് നമുക്ക് എക്സ് ബൈ വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ, അതായത് മെട്രിക്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് ബൈ വൈ ഡാഷ് ആയിരിക്കും. അങ്ങനെ ടി എന്ന് പറഞ്ഞ് ടി എക്സ് ബൈ ടി വൈ. ഒന്നിൻ്റെ ചേഞ്ച് പോലെ തന്നെ എല്ലാത്തിനെയും ബാധിക്കും. ഇവിടെ എങ്ങനെയാണോ പി എഴുതുന്നത് അതുപോലെ തന്നെ ബാക്കി എല്ലാതും നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പോൾ നമുക്കറിയാം പി ഡാഷ് എന്ന് പറയുന്നത് പി പ്ലസ് ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ ടി എക്സ് ടി വൈ ആണ്. പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്. പി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. ജനറലായിട്ടുള്ള കാര്യമാണ്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി അടുത്തതെല്ലാം പറയുമ്പോൾ സ്കെയിലിങ്ങും റൊട്ടേഷനൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് ഇത് പറയുമ്പോഴാണ് കുറച്ചൊരു കൺഫ്യൂഷൻ വരിക. പക്ഷേ ഈസിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. 2D ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ പറഞ്ഞുള്ളൂ. ഓക്കെ, താങ്ക് യു.